ഹലോ ഗായ്സ്, നമ്മളിന്ന് പറയാൻ പോകുന്ന ഒരു അടിപൊളി കഥയാണ് കുറിഞ്ഞിയും മക്കളും. കുറിഞ്ഞി പൂച്ചയ്ക്ക് 4 മക്കളുണ്ടായി. മിടുക്കരായ 4 മക്കൾ. മക്കളെ തൊട്ട് തലോടിയിട്ട് നക്കി തോർത്തിട്ട് കുറിഞ്ഞിക്ക് മതിയായില്ല. അവരുടെ നാട്ടിലൊരു ദുഷ്ടയായ ഒരു പൂച്ചയുണ്ടായിരുന്നു. ആ പൂച്ച കുഞ്ഞിപ്പൂച്ചകളെല്ലാം തിന്ന് രസിച്ച് ജീവിച്ചു. അങ്ങനെ പുന്നാര മക്കൾക്ക് ഓരോ പേരിടണം. കുറിഞ്ഞിപ്പൂച്ച വാത്സല്യത്തോടെ മക്കളെ നോക്കി. മൂത്തവൻ്റെ തല കണ്ടാൽ അടയ്ക്ക പോലെയുണ്ട്. അവൻ്റെ തലയിലൊന്ന് തലോടി കുറിഞ്ഞി വിളിച്ചു, അടയ്ക്കത്തലയാ. രണ്ടാമത്തവൻ്റെ ചെവിക്ക് എന്തൊരു ഭംഗിയാണ്, വെറ്റില പോലെ തന്നെ. ഇവന് വെറ്റില ചെവിയൻ എന്ന് പേരിടാം. മൂന്നാമത്തവൻ വാലിളക്കുകയാണ്. നല്ല പുകയില പോലുള്ള വാൽ, ശരിക്കും പുകയില വാലൻ തന്നെ. നാലാമത്തവൻ്റെ കണ്ണിന് ചുണ്ണാമ്പിൻ്റെ നിറം. ഇവൻ ചുണ്ണാമ്പ് കണ്ണൻ തന്നെ ആവട്ടെ. അടയ്ക്കാത്തലയാ, വെറ്റില ചെവിയാ, ചുണ്ണാമ്പ് കണ്ണാ, പുകയിലവാല. കുറിഞ്ഞിപ്പൂച്ച മക്കളെ നീട്ടി വിളിച്ചു. 4 പേര് ഓടിയെത്തി. അവയെ തൊട്ടുരുമി നിന്നു, കുത്തിമറിഞ്ഞു കളിച്ചു. കുറിഞ്ഞിപ്പൂച്ചക്കൊരാഗ്രഹം, നല്ലൊരു വീട് വേണം, വാതിലും ജനലുമൊക്കെയുള്ള വീട്. അടയ്ക്കത്തലയാ, വെറ്റില ചെവപ്പ്, പുകയിലവാല, ചുണ്ണാമ്പ് കണ്ണ, നിങ്ങൾ 4 പേരും 4 വഴിക്ക് പോകണം. പോകുന്ന വഴി കിട്ടുന്ന എന്താണെന്ന് വെച്ചാൽ കൊണ്ടുവാ. എന്നിട്ട് അവർ ഓരോ വീട് ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ 4 പേരും ഓരോ ദിശയിലേക്കും പോയി എല്ലാം കൊണ്ടുവന്നു. അടയ്ക്ക കൊണ്ട് തറയും ചുമരും വെച്ചു. പുകയില കൊണ്ട് തൂണും മേൽക്കൂരയും ഉണ്ടാക്കി. ചുണ്ണാമ്പ് കൊണ്ട് മേൽക്കൂര മേഞ്ഞു. അസലൊരു വീട്. ആ വീട്ടിൽ അവർ താമസം തുടങ്ങി. ഒരു ദിവസം രാത്രി നല്ല ഒരു പേമാരി പോലുള്ള നല്ലൊരു മഴയാണ് പെയ്തു. നല്ല മഴയത്ത് വാതിലാരോ തട്ടുന്നു. കുറിഞ്ഞിപ്പൂച്ച വാതിൽ തുറക്കാൻ പോയി. പക്ഷെ കുഞ്ഞിപ്പൂച്ചയും വാതിൽ തുറക്കാൻ പോയി. പക്ഷെ കുറിഞ്ഞിപ്പൂച്ചയ്ക്കൊരു പേടി, അത് ആ കണ്ടൻ പൂച്ചയാണെങ്കിലോ. എന്നിട്ട് അവർ വാതിൽ തുറക്കാൻ പോയില്ല. എന്നിട്ട് കുഞ്ഞുങ്ങൾ പറഞ്ഞു, ആരോ ഉണ്ട് അമ്മേ, തുറക്ക്. എന്നിട്ട് ഒരുപാട് മക്കളുടെ വിളി കേൾക്കാതെ കുറിഞ്ഞി വാതിൽ തുറന്നു. കുറിഞ്ഞിയും മക്കളും വാതിൽക്ക് വന്നിട്ട് നോക്കി. തണുത്ത് വിറച്ച് കിടക്കുന്നു ഒരു കാടൻ പൂച്ച. വേണ്ട മക്കളെ, വാതിൽ തുറക്കണ്ട, അതൊരു കാടനാ. വിശ്വസിക്കാൻ പറ്റിയില്ല. കുറിഞ്ഞി മക്കളെ കൂട്ടിപ്പിടിച്ചു. എനിക്ക് തീരെ വയ്യല്ലോ, പുറത്ത് കരച്ചിലിന് ശക്തി കൂടി. ഇങ്ങനെ വാതിൽ തുറന്ന് ഉറക്കെ ഉള്ളിൽ കയറി. ഠക് എന്നൊരു ശബ്ദം കേട്ട് കുറിഞ്ഞി ഞെട്ടി ഉണർന്നു. എന്താ ഒരു ശബ്ദം? അത് ഞാനൊരു അടയ്ക്ക പൊട്ടിച്ചതാണേ, കാടൻ വിളിച്ചു പറഞ്ഞു. ഹാവ്, കുറിഞ്ഞി വീണ്ടും ഉറങ്ങി. ചക് ചക്, വീണ്ടും ഒരു ശബ്ദം. എന്താ അത്? കുറിഞ്ഞി കണ്ണു തിരുമ്മി. ഞാൻ ഇത്തിരി വെറ്റില വച്ചതാണേ, കാടൻ വിളിച്ചു പറഞ്ഞു. കുറിഞ്ഞി തിരിഞ്ഞു കിടന്നുറക്കമായി. ചക് ചക്, ഏയ് എന്താ അവിടെ? അത് ഞാനൊരു കഷ്ണം പുകയില തിന്നതാണേ. കുറിഞ്ഞി സമാധാനമായി ഉറങ്ങി. ഞം ഞം, എന്താ ഒരു ശബ്ദം കേട്ടല്ലോ? കുറിഞ്ഞി എണീക്കാൻ ഒരുങ്ങി. ഒന്നുമില്ല, ഞാനിത്തിരി ചുണ്ണാമ്പ് നുടഞ്ഞതാ. കുറിഞ്ഞിക്ക് ആശ്വാസമായി. ഭാഗ്യത്തിന് പിന്നെ കുറിഞ്ഞി ആദ്യേ ഉറങ്ങാൻ തുടങ്ങി. രാവിലെ കുറിഞ്ഞി ഉണർന്നു നോക്കും, മക്കളെ കാണാനില്ല. അടയ്ക്കത്തലയാ, വെറ്റില ചെവിയാ, പുകയിലവാല, അവൾ വിളിച്ചു. ഒരനക്കവുമില്ല. കാടൻ അതാ സുഖമായി കിടന്നുറങ്ങണു. അവൻ്റെ വയറോ വീർത്തു പുന്ന്. കുറിഞ്ഞുറക്കെ വിളിക്കാൻ തുടങ്ങി. അടയ്ക്കത്തലയാ, വെറ്റില ചെവിയാ, പുകയിലവാല, ചുണ്ണാമ്പ് കണ്ണ, പുറത്ത് വാ മക്കളെ, അമ്മ അടുത്തേക്ക് വാ. അമ്മയുടെ വിളി കേട്ടപ്പോൾ തന്നെ 4 പേരും നഖങ്ങൾ നീട്ടി കാടൻ്റെ വയറ് മാന്തി പൊളിച്ച് പുറത്തേക്ക് വന്നു. നമുക്ക് വേറെ വീഡിയോ കാണാം. ബായ്.